അങ്ങനെ പക്വേറ്റ പ്രീമിയർ ലീഗിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബ്രസീലിൻ്റെ ഒരു നെക്സ്റ്റ് ബിഗ് തിങ് ആയിട്ട് വാഴ്ത്തപ്പെട്ട പ്ലെയറാണ്. സിറ്റിയെ പോലത്തെ ഉള്ള ടീമുകളൊക്കെ ആദ്യത്തെ ടാർഗറ്റ് ചെയ്തിരുന്നു. പിന്നീട് അത് മാറി ആൾ ബ്രസീലിയൻ ലീഗിലേക്ക് വരുന്നു. അപ്പോൾ ആളുടെ ഒരു ഡൗൺഫാളിൻ്റെ ഒരു അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി കുറഞ്ഞു വന്നതിൻ്റെ ഒരു തെളിവുകളായി നമ്മളുണ്ട് ബ്രസീലിയൻ ലീഗിൽ സ്വന്തം ഹോം ലൈനിലേക്ക് മടങ്ങി വരിക എന്നുള്ളത്. അപ്പം ഒരുപക്ഷെ പക്വേറ്റയെ മാറ്റാനും മനസ്സിലോട്ടേക്ക് ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ആര് കളിക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അത് റഫീനയാണ്. കാരണം റഫീനയെ ബാർസലോണയിൽ ഫെർമിൻ ലോപ്പസിന് പകരം അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ആ ഒരു നമ്പർ ക്രിയേറ്റർ റോള് പലപ്പോഴും ഫ്ലിക്ക് ഉപയോഗിക്കാറുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ അത്തരത്തിലുള്ള സമയങ്ങളിൽ റഫീന ഒരു പക്ഷേ ആ ഒരു റോളിലേക്ക് വന്ന് ഒന്നുകൂടി കളി ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് കഴിഞ്ഞ മത്സരം തന്നെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. കഴിഞ്ഞ മത്സരത്തിലൊരു അവസാന മിനിറ്റുകളിൽ റഫീന ആ ഒരു പൊസിഷനിലേക്ക് മാറിയപ്പോൾ ഒന്നുകൂടി കളി ഒരു ഫ്ലോ വന്നിട്ടുണ്ട്, ഒരു ഫ്ലൂയിഡിറ്റി ഉണ്ട് ആ ഒരു മിഡ്ഫീൽഡിൽ. അപ്പോൾ ഒരുപക്ഷെ റഫീന ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരും. റൈറ്റിൽ റയാനെ പോലത്തെ യങ് താരങ്ങൾ ബെഞ്ചിലുണ്ട്. നല്ലൊരു ഒരു ബ്രസീലിൻ്റെ ഒരു നെക്സ്റ്റ് അപ്കമിങ് പ്ലെയർ ആയിട്ട് പറയപ്പെടുന്ന റയാനെ പോലുള്ള താരങ്ങളുണ്ട്. അത്തരത്തിലുള്ള താരങ്ങൾ ഒരുപക്ഷെ റൈറ്റിൽ പരീക്ഷിച്ചേക്കാം. നമ്മൾ ഈ റഫീന എന്തുകൊണ്ട് റൈറ്റിൽ നിന്ന് എടുക്കുമ്പം പുറത്തിരിക്കുന്ന പേരുകളാണ് അതിന് പ്രധാന കാരണം. എസ്താവോ വില്യനെയും ജാവോ പെഡ്രോയും പോലുള്ള താരങ്ങൾ പുറത്തിരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു റൈറ്റ് വിങ്ങിൻ്റെ ചുമതല റഫീനി ഏറ്റെടുക്കേണ്ടി വരുന്നത്. ഒരുപക്ഷെ റഫീനി ആ റൈറ്റ് വിങ്ങിൽ നിന്ന് മാറ്റി കുറച്ചുകൂടി ഫ്രീഡം കൊടുക്കുന്ന, ക്രിയേറ്റിവിറ്റിക്ക് ഓപ്ഷൻ കൊടുക്കുന്ന ആ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ അല്ലെങ്കിൽ പക്വേറ്റ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ലോട്ടിൽ പരീക്ഷിച്ചാൽ ഒരുപക്ഷെ ബ്രസീലിന് നന്നായി കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു.